നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേരളം തയ്യാറെടുക്കുമ്പോൾ തലസ്ഥാനത്ത് കോൺഗ്രസിൽ എന്ത് നടക്കുന്നു? വി.എസ്. ശിവകുമാറിനും DCC പ്രസിഡന്റ് കരകുളം കൃഷ്ണപിള്ളയുടെയും നിലപാടുകൾ കോൺഗ്രസിന് ഗുണകരമോ? രാജി നാടകം, രാജി രാഷ്ട്രീയം കോൺഗ്രസിനെ എവിടെ എത്തിക്കും? എന്തിനാണ് രാജി? അതിലെ രാഷ്ട്രീയ കാരണങ്ങൾ കോൺഗ്രസിലെ പ്രത്യേകിച്ച് UDFന്റെ ആശയക്കുഴപ്പം എത്രമാത്രം വർദ്ധിപ്പിക്കും? ജിതിൻ ചന്ദ്രന്റെ റിപ്പോർട്ടിലേക്ക്. കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാക്കളെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചാണ് തിരുവനന്തപുരത്ത് 100ഓളം കോൺഗ്രസ് പ്രവർത്തകർ പാർട്ടി വിട്ടത്. DCC അധ്യക്ഷൻ കരകുളം കൃഷ്ണപിള്ളയുടെയും മന്ത്രി വി.എസ്. ശിവകുമാറിന്റെയും അനുയായികളെ മാത്രമാണ് പുനഃസംഘടനയിൽ DCC സെക്രട്ടറിമാരാക്കിയതെന്ന് കൂട്ടരാജിക്ക് നേതൃത്വം നൽകിയ തിരുവല്ലം ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയും ഐ ഗ്രൂപ്പ് നേതാവുമായ കല്ലിയൂർ മുരളി ആരോപിക്കുന്നു. കോൺഗ്രസിന്റെ ഒരു ബൂത്ത് പ്രസിഡന്റ് പോലും ആയിട്ടില്ലാത്ത ആളുകളാണ് ഇന്നത്തെ പല ജില്ലാ സെക്രട്ടറിമാരും. ശ്രീ വി.എസ്. ശിവകുമാറിന് കരിമീൻ വാങ്ങിക്കൊടുക്കുന്നവനും അയാളുടെ ദിവസവും പോയി മുഖം കാണിക്കുന്നവരും അയാളുടെ വാത്സല്യ പുത്രന്മാരായിട്ടുള്ള ചില ആളുകളെ ബന്ധുക്കളെയും അവിഹിതമായി ജില്ലാ സെക്രട്ടറിമാരായി വെച്ചിരിക്കുകയാണ്. ഞങ്ങളെപ്പോലെയുള്ള സീനിയർ ആയിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളെ തഴഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. തിരുവല്ലം, കോവളം ബ്ലോക്ക് കമ്മിറ്റികളിലെയും കല്ലിയൂർ മണ്ഡലം കമ്മിറ്റിയിലെയും കർഷക കോൺഗ്രസിന്റെയും പ്രധാന ഭാരവാഹികളടക്കമുള്ള പ്രവർത്തകരാണ് കൂട്ടമായി രാജിവെച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെതിരെ പ്രവർത്തിക്കുമെന്ന് ഇവർ പറയുന്നു. തിരുവനന്തപുരത്ത് UDF വരുന്ന തെരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചടി നേരിടും. അതിന്റെ ഉത്തരവാദിത്വം ശിവകുമാറിനും DCC പ്രസിഡന്റ് കരകുളം കൃഷ്ണപിള്ളയ്ക്കും തന്നെയായിരിക്കും. പാർട്ടി പുനഃസംഘടനയോടെ തന്നെ ജില്ലയിലെ കോൺഗ്രസിൽ പ്രശ്നങ്ങൾ രൂക്ഷമായിരുന്നു. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെയുള്ള പ്രവർത്തകരുടെ കൂട്ടരാജി പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മന്ത്രി വി.എസ്. ശിവകുമാറിനെതിരെയും DCC പ്രസിഡന്റ് കരകുളം കൃഷ്ണപിള്ളയ്ക്കെതിരെയും വിമർശനം ശക്തമാകുമ്പോൾ തലസ്ഥാനത്ത് കോൺഗ്രസിൽ ഉരുത്തിരിയുന്ന ചേരിപ്പോര് വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് ഉണ്ടാക്കുന്ന മാനങ്ങൾ എത്രമാത്രം രൂക്ഷമായിരിക്കും UDFനെ സംബന്ധിച്ചിടത്തോളം? തലസ്ഥാനത്തിന്റെ ഈ ചിത്രത്തിൽ നിന്ന് മന്ത്രിമണ്ഡലത്തിലേക്ക് പോയാൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ സാധാരണ വിശേഷണങ്ങളിൽ പെടുമ്പോൾ പാവപ്പെട്ട ബോധമുള്ള ഒരു മന്ത്രി PK ജയലക്ഷ്മി. മാനന്തവാടിയാണ് മണ്ഡലം, വയനാട് ജില്ലയിൽ. പക്ഷേ വയനാടിൻ്റെ ചുരങ്ങൾ കയറിക്കടക്കുമ്പോൾ UDFലെ രാഷ്ട്രീയം പ്രത്യേകിച്ചും സ്വസ്ഥമാകുന്നു എന്ന് നിരീക്ഷണമില്ല. അങ്ങനെയാണെങ്കിൽ വയനാടിൻ്റെ രാഷ്ട്രീയം മാനന്തവാടി നിയമസഭാ മണ്ഡലത്തിൽ PK ജയലക്ഷ്മി എന്ന മന്ത്രിയുടെ നിലയുമായി കൂട്ടിച്ചേർത്താൽ ആ രാഷ്ട്രീയം ഏതൊക്കെ തലങ്ങളിൽ വളരും, വികസിക്കും? KR അനൂപിന്റെ റിപ്പോർട്ടിലേക്ക്. എല്ലാവരും പുരോഗതിയിലേക്ക് എത്തിയാൽ മാത്രമേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു 2008 മണ്ഡല പുനർനിർണയത്തോടെയാണ് നേരത്തെ വടക്കേ വയനാട് മണ്ഡലത്തിൽ ഉൾപ്പെട്ട മാനന്തവാടി പുതിയ നിയമസഭാ മണ്ഡലമായി മാറിയത്. പുനർനിർണയത്തിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ PK ജയലക്ഷ്മി CPIMന്റെ KC കുഞ്ഞിരാമനെ 12,732 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. കന്നിയംഗത്തിൽ തന്നെ വിജയം. ഏക വനിതാ പ്രതിനിധി. പട്ടികവർഗ ക്ഷേമവകുപ്പും യുവജനകാര്യവും കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുമായി. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രി എന്ന രീതിയിൽ വലിയ പ്രതീക്ഷയോടെയായിരുന്നു വിജയമെങ്കിൽ കഴിഞ്ഞ 5 വർഷക്കാലം ആദിവാസി വിഭാഗങ്ങളുടെ പോലും അടിസ്ഥാന പ്രശ്നങ്ങളിൽ കാര്യമായ ഇടപെടലുകൾ നടത്താൻ മന്ത്രിക്കായില്ല. ഉണ്ടായിട്ട് പോലും ആദിവാസി വിഭാഗത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ള ഒരു മന്ത്രി ഉണ്ടായിട്ട് പോലും ആദിവാസി ജനവിഭാഗത്തിലെ ഒരു യുവതിക്ക് ചികിത്സ നിഷേധിക്കപ്പെട്ടതിന്റെ പേരിൽ തന്റെ നവജാത ശിശുക്കളെ നഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യം മാനന്തവാടിക്കുണ്ടായി. ജയലക്ഷ്മിയുടെ പരാജയമാണ് യഥാർത്ഥത്തിൽ അതിൽ കാണിക്കുന്നത്. വയനാട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയാണ് വയനാട് ജില്ലാ ആശുപത്രി. ഏറെ ജനങ്ങൾ ആശ്രയിക്കുന്ന ആശുപത്രിയാണ്. ആ ആശുപത്രിയിൽ ഇന്ന് ആവശ്യത്തിന് ഡോക്ടർമാരില്ല, ആവശ്യത്തിന് മരുന്ന് ലഭിക്കുന്ന സാഹചര്യമില്ല, സ്റ്റാഫുകൾ ആവശ്യത്തിനില്ല. ഇതെല്ലാം പരിഹരിക്കുമെന്ന പ്രഖ്യാപനം ജയലക്ഷ്മി നടത്തുന്നതല്ലാതെ ഒരു നിലപാടും ഇത് പരിഹരിക്കാൻ വേണ്ടി സ്വീകരിച്ചിട്ടില്ല. വലിയ വികസനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ വികസനമുണ്ടായില്ല എന്ന് മാത്രമല്ല, ജനങ്ങൾക്ക് ലഭിക്കേണ്ട ന്യായമായ കാര്യങ്ങൾ പോലും ലഭിക്കാത്ത സ്ഥിതിയിലേക്ക് ഒരു തികഞ്ഞ പരാജയപ്പെട്ട ഒരു ജനപ്രതിനിധിയായി ജയലക്ഷ്മി മാറിയെന്ന്. ആദിവാസി ശിശുമരണങ്ങൾ വർദ്ധിച്ചപ്പോഴും ജില്ലാ ആശുപത്രി തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയപ്പോഴും ആദിവാസി ക്ഷേമ പദ്ധതികളിലും പ്രവർത്തനങ്ങളിലും അഴിമതി നിറഞ്ഞപ്പോഴും മന്ത്രി കാര്യമായി ഒന്നും ചെയ്തില്ലെന്നാണ് LDF ആരോപിക്കുന്നത്. എന്നാൽ മന്ത്രി എന്ന നിലയിൽ 830 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ നടത്തിയെന്നാണ് മന്ത്രി അവകാശപ്പെടുന്നത്. അടിസ്ഥാന സൗകര്യരംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. ഏകദേശം 126 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ റോഡ് നവീകരണവുമായി ബന്ധപ്പെടുത്തിയും 46 കോടി രൂപ പാലങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെടുത്തിയും ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഏകദേശം 46 കോടി രൂപയാണ് മാനന്തവാടി ജില്ലാ ആശുപത്രിയുടെ പുതിയ ബ്ലോക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി
ബ്ലോക്ക് ആരംഭിക്കുന്നതിന് നബാർഡുമായി സഹകരിച്ചുകൊണ്ടുള്ള പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. ഏകദേശം 830 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ ഈ നിയോജക മണ്ഡലം നടത്തിയിട്ടുള്ളത്. വയനാട്ടിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിൽ മാനന്തവാടിയും ബത്തേരിയും പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളാണ്. ഇത്തവണയും മാനന്തവാടിയിൽ മത്സരിക്കുവാൻ PK ജയലക്ഷ്മി തയ്യാറെടുത്തു കഴിഞ്ഞു. എന്നാൽ ഇതര സമുദായങ്ങളിൽ നിലനിൽക്കുന്ന എതിർപ്പും കോൺഗ്രസിനകത്തു തന്നെയുള്ള വിയോജിപ്പുകളും ജയലക്ഷ്മിക്ക് തലവേദനയാകും. DCC ജനറൽ സെക്രട്ടറി PV ജോണിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്തു തന്നെ രൂപപ്പെട്ട കടുത്ത വിഭാഗീയതയും ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. മന്ത്രിമണ്ഡലത്തിൽ ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തി മണ്ഡലം തിരിച്ചുപിടിക്കുവാനുള്ള ശ്രമങ്ങൾ LDFും ആരംഭിച്ചു കഴിഞ്ഞു. അടിസ്ഥാന സൗകര്യ വികസനങ്ങളും ആദിവാസി കർഷക പിന്നാക്കാവസ്ഥകളും ഉയർത്തിക്കാട്ടിയായിരിക്കും ഇവിടെ പ്രചാരണം. മുൻ മന്ത്രിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാകും വോട്ടെന്നതിനാൽ ഇവിടെ മത്സരം ചൂടേറുമെന്നുറപ്പാണ്. വയനാട്ടിൽ നിന്നും അനൂപ് കയാർ. വികസനവും രാഷ്ട്രീയവും കൂട്ടിച്ചേർത്താൽ അത് തെരഞ്ഞെടുപ്പിന്റെ സമവാക്യങ്ങൾ തേടുമെങ്കിൽ മാനന്തവാടിയിലെ PK ജയലക്ഷ്മിയുടെ മന്ത്രിമണ്ഡലത്തിൽ നിന്നും കൊച്ചിയിലെത്തിയാൽ അത് ഡൊമിനിക് പ്രസന്റേഷനാണ് നിലവിലെ MLA. കൊച്ചിയിൽ വ്യാപകമായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. വിമർശനം ഡൊമിനിക് പ്രസന്റേഷൻ MLAക്കെതിരെ. MLA ഏതു തരക്കാരനാണ്? നിർഗുണനാണോ? പോസ്റ്ററുകൾ വ്യക്തമാക്കും അത്തരം കാര്യങ്ങൾ. അലക്സിന്റെ റിപ്പോർട്ടിലേക്ക്. 6ാം തവണയും മത്സരത്തിന് കച്ചമുറുക്കുന്ന ഡൊമിനിക് പ്രസന്റേഷന് സ്വന്തം മണ്ഡലത്തിൽ സ്വന്തം ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഇരുട്ടടി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്താണ് UDFന്റെ സ്വാധീന പ്രദേശങ്ങൾ പള്ളുരുത്തിയിൽ നിന്നും മട്ടാഞ്ചേരിയിൽ നിന്നും കൂട്ടിച്ചേർത്ത കൊച്ചി മണ്ഡലം രൂപീകരിക്കുന്നത്. കൊച്ചിയിലും എറണാകുളത്തും പഴയ പള്ളുരുത്തിയിലുമായി 5 തവണ ജയിച്ച് മന്ത്രി വരെയായ A ഗ്രൂപ്പുകാരനായ ഡൊമിനിക് പ്രസന്റേഷൻ 6ാം തവണയും കൊച്ചിയെ പ്രതിനിധീകരിക്കാൻ ഒരുങ്ങുന്നത് ലത്തീൻ സഭയുടെ എതിർപ്പിനെ വരെ മറികടന്നാണ്. A ഗ്രൂപ്പിന്റെ കുത്തകയായ കൊച്ചി മണ്ഡലത്തിൽ ലത്തീൻ സഭയ്ക്ക് കാര്യമായ സ്വാധീനമുണ്ട്. ഡൊമിനിക് മത്സരിക്കേണ്ടതില്ലെന്ന നിലപാട് കഴിഞ്ഞ തവണ സഭ സ്വീകരിച്ചിരുന്നു. എന്നാൽ 2011 ശേഷം മത്സരിക്കില്ല എന്ന് ഡൊമിനിക് സഭയ്ക്ക് ഉറപ്പും കൊടുത്തിരുന്നു. ആ ഉറപ്പെല്ലാം ഡൊമിനിക് പ്രസന്റേഷൻ കാറ്റിൽ പറത്തി 6ാം അംഗത്തിന് കച്ചമുറുക്കുമ്പോൾ A ഗ്രൂപ്പുകാർ തന്നെ പോസ്റ്റർ യുദ്ധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. നിർഗുണനായ MLA കൊച്ചിയിലെ ജനങ്ങൾക്ക് ഇനി ആവശ്യമില്ല. MLA ചെയ്ത വികസനം ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുക തുടങ്ങിയവയാണ് പോസ്റ്ററിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ. ജനകീയ മുന്നണി കൊച്ചി എന്ന പേരിലാണ് പോസ്റ്ററുകൾ ഇറങ്ങിയിരിക്കുന്നതെങ്കിലും ഇതിനു പിന്നിൽ കോൺഗ്രസിലെ A ഗ്രൂപ്പ് പ്രവർത്തകരാണ്. ഉമ്മൻചാണ്ടിയുടെ പ്രിയങ്കരനും കൊച്ചി നഗരസഭയുടെ മുൻ മേയറും ഗ്രൂപ്പിൽ ഡൊമിനിക്കിനേക്കാളും സ്വീകാര്യനുമായ ടോണി ചെമ്മണിയെ മത്സരിപ്പിക്കണമെന്നാണ് A ഗ്രൂപ്പിന്റെ പൊതുവായ ആവശ്യം. ലത്തീൻ സഭയുടെ പൂർണ്ണ പിന്തുണയും ടോണിക്കുണ്ട്. മാത്രമല്ല കൊച്ചിയിൽ സ്വാധീനമുള്ള നേതാവ് KV തോമസിനും ചെമ്മണിയോടാണ് താല്പര്യം. KPCC വൈസ് പ്രസിഡന്റ് ലാലി വിൻസെന്റ് കൊച്ചിയിൽ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും AI ഗ്രൂപ്പുകൾ മുന്നോട്ട് വെക്കുന്നതും ടോണി ചെമ്മണിയുടെ പേരാണ്. A ഗ്രൂപ്പിനുള്ളിലെ ഈ പൊട്ടിത്തെറിയാണ് തെരുവിലേക്കും പോസ്റ്റർ യുദ്ധത്തിലേക്കും ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. പോസ്റ്റർ യുദ്ധം കൊച്ചിയിൽ വ്യാപകമായി നിലനിൽക്കുമ്പോൾ അവിടെ കോൺഗ്രസിലെ A ഗ്രൂപ്പും I ഗ്രൂപ്പിന്റെയും നിലപാടുകളും അടിയൊഴുക്കുകളും തെരഞ്ഞെടുപ്പിനെ എത്തരത്തിൽ ബാധിക്കും? UDFന്റെ ഘടകകക്ഷികളുടെ ചിന്ത ആ തരത്തിൽ സജീവമാകുമ്പോൾ ആ നാടകത്തിൽ നിന്നുകൊണ്ട് തിരുവമ്പാടിയിലെ രാഷ്ട്രീയത്തിലേക്ക്. തിരുവമ്പാടി നിയമസഭാ മണ്ഡലം, അവിടെ താമരശ്ശേരി രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മലയോര വികസന സമിതിയുടെ നിലപാടെന്ത്? മുസ്ലിം ലീഗിന്റെ നിലപാടെന്ത്? ചോദ്യങ്ങൾ നിരവധിയാണ്. ഈ ചോദ്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ തിരുവമ്പാടിയിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ഏതു തരത്തിലാണ് പ്രതികരിക്കുന്നത്? ഇടതുപക്ഷത്തിന്റെയും BJPയുടെയും സാന്നിധ്യം തിരുവമ്പാടിയെ സംബന്ധിച്ച് എത്രമാത്രം പ്രാധാന്യമായിരിക്കും? സിജു കണ്ണനിലേക്ക്. അണിയറയിൽ തിരഞ്ഞെടുപ്പൊരുക്കം തുടങ്ങിയപ്പോൾ തന്നെ കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിലുള്ള തിരുവമ്പാടി മണ്ഡലത്തിൽ വിവാദങ്ങളുടെ ചൂടുയർന്നു തുടങ്ങിയിരുന്നു. കഴിഞ്ഞ തവണ മുസ്ലിം ലീഗ് മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ് തിരുവമ്പാടി. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയായി VM ഉമ്മർ മാസ്റ്ററെ പ്രഖ്യാപിച്ച് പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. എന്നാൽ മാർച്ച് 4-ന് കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ വെച്ച് താമരശ്ശേരി രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മലയോര വികസന സമിതി നേതാക്കൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, KPCC പ്രസിഡന്റ് VM സുധീരൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി തിരുവമ്പാടി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തി. കർഷക പ്രതിനിധിയെ വരുന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു മലയോര വികസന സമിതിയുടെ ആവശ്യം. ഇതോടെയാണ് തിരുവമ്പാടി സീറ്റ് സംബന്ധിച്ച വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിനാൽ സീറ്റ് വിട്ടുനൽകാനാവില്ലെന്ന നിലപാട് മുസ്ലിം ലീഗ് സ്വീകരിച്ചതോടെ UDF പ്രതിസന്ധിയിലായി. സീറ്റിന്റെ കാര്യത്തിൽ അനുകൂല നിലപാട് സ്വീകരിക്കാമെന്ന് മലയോര വികസന സമിതി പ്രതിനിധികൾക്ക് ഉറപ്പു നൽകിയ കോൺഗ്രസ് കൃത്യമായ തീരുമാനമെടുക്കാനാകാതെ കുഴങ്ങി. ഒരു ഘട്ടത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രശ്നം എന്ന രീതിയിലേക്ക് വിവാദം വളർന്നു. ഇതിനിടയിലാണ് PK കുഞ്ഞാലിക്കുട്ടി 2011 മുഖ്യമന്ത്രിക്ക് എഴുതി നൽകിയ ഉടമ്പടി കത്ത് പുറത്തുവരുന്നത്. അടുത്ത തിരഞ്ഞെടുപ്പിൽ ജയസാധ്യതയുള്ള മറ്റൊരു സീറ്റ് നൽകിയാൽ കോൺഗ്രസിന് തിരുവമ്പാടി വിട്ടു നൽകാമെന്നെഴുതി ഒപ്പിട്ട് നൽകിയ കരാർ പുറത്തുവന്നതോടെ മുസ്ലിം ലീഗ് പ്രതിരോധത്തിലായി.
മുസ്ലിം ലീഗിൽ നിന്ന് ഏതുവിധനെയും സീറ്റ് പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളാണ് കത്ത് മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടതിന് പിന്നിലെന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ പരോക്ഷമായ ആരോപണം. താമരശ്ശേരി ബിഷപ്പിന്റെയും അന്നത്തെ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയുടെയും സാന്നിധ്യത്തിലായിരുന്നു 2011 ഉടമ്പടി തയ്യാറാക്കിയത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കത്ത് വിവാദമാക്കേണ്ട കാര്യമില്ലെന്നും സീറ്റ് മുസ്ലിം ലീഗിന്റെ തന്നെയാണെന്നുമുള്ള ഉറച്ച നിലപാട് മുസ്ലിം ലീഗ് തുടർന്നു. മുസ്ലിം ലീഗ് അനുകൂല നിലപാടുമായി KPCC പ്രസിഡന്റ് VM സുധീറിനടക്കം രംഗത്ത് വന്നതോടെ കോൺഗ്രസ് തങ്ങളെ വഞ്ചിക്കുകയായിരുന്നുവെന്ന് മനസ്സിലാക്കിയ മലയോര വികസന സമിതി പ്രവർത്തകർ വിവാദം മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചു. കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നവരുമായി യോജിച്ച് പ്രവർത്തിക്കുന്നതിനായി ചർച്ചയ്ക്കുള്ള വാതിലുകൾ മലയോര വികസന സമിതി തുറന്നിട്ടു. ഈ തീരുമാനത്തോട് അനുകൂല നിലപാടാണ് LDF സ്വീകരിച്ചത്. മലയോര കർഷക ജനതയെ വഞ്ചിച്ചിരിക്കുന്നു എന്നുള്ള വികാരം പ്രകടിപ്പിച്ച് പരസ്യമായി രംഗത്ത് വരുന്നവർ ഒരാശയവിനിമയത്തിന് തയ്യാറായാൽ വാതിൽ പൊട്ടിയടക്കേണ്ട കാര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കൃഷിക്കാരുടെ താല്പര്യങ്ങൾ പരിരക്ഷിക്കുന്നതിന്, അതുപോലെ ഇതര ജനവിഭാഗങ്ങളുടെ താല്പര്യം പരിരക്ഷിക്കുന്നതിന് ഇതിനോടെല്ലാം നിഷേധ നിലപാട് സ്വീകരിച്ച ഗവൺമെന്റിനെതിരായിട്ട് വികാരം പ്രകടിപ്പിക്കുന്നതിന് മുന്നോട്ട് വരുന്ന ആരുമായിട്ടും ആശയവിനിമയം നടത്തും. LDF നിലപാടിനെ സ്വാഗതം ചെയ്ത മലയോര വികസന സമിതി തിരഞ്ഞെടുപ്പിൽ യോജിച്ച് പ്രവർത്തിക്കുന്നതിന് LDFുമായി ഔദ്യോഗിക ചർച്ചയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. അത്തരത്തിലൊരു സമീപനം ഉണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതിൻ്റെ തുടർ നടപടികളുമായിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ മുമ്പോട്ട് പോകും. വളരെ അടിയന്തരമായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ 2-3 ദിവസങ്ങൾക്കുള്ളിൽ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ഞങ്ങൾ സംസാരിച്ച ശേഷം അതിൻ്റെ തുടർ നടപടികളെക്കുറിച്ചുള്ള ആലോചനകൾ ചെയ്യും. പ്രാദേശിക തലത്തിൽ LDF നേതാക്കളും മലയോര വികസന സമിതി പ്രവർത്തകരും ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. അതേസമയം പ്രചാരണം വളരെ നേരത്തെ ആരംഭിച്ചതിനാൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റില്ലെന്ന് തീരുമാനിച്ച മുസ്ലിം ലീഗ് വിവാദങ്ങൾ തിരുവമ്പാടിയിലെ ജയസാരഥിയെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ്. മുസ്ലിം ലീഗിനെയും മലയോര വികസന സമിതിയെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയതോടെ കോൺഗ്രസിനകത്തും ആശയക്കുഴപ്പം തുടരുകയാണ്. താമരശ്ശേരി രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മലയോര വികസന സമിതിയും മുസ്ലിം ലീഗും കോൺഗ്രസും ഉൾപ്പെട്ട വിവാദം കുറച്ചൊന്നുമല്ല UDFനെ പ്രതിസന്ധിയിലാക്കിയത്. ഏറ്റവും ഒടുവിൽ ഇടതു സഹകരണം ലക്ഷ്യമിട്ട് മലയോര വികസന സമിതി LDFുമായി നടത്താനിരിക്കുന്ന ചർച്ചയിൽ ഉരുത്തിരിയുന്ന തീരുമാനമറിയാനാണ് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. താനൂർ നിയമസഭാ മണ്ഡലം മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ ഉറച്ച കോട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മണ്ഡലം. മുസ്ലിം ലീഗ് സമുന്നതരുടെ തറവാട്ട് സ്വത്ത്. അത്തരത്തിലാണ് രാഷ്ട്രീയ കേരളം താനൂർ നിയമസഭാ മണ്ഡലത്തെ വിലയിരുത്തുന്നത്. അവിടെ തീരദേശത്തെ ദാരിദ്ര്യവും വികസനങ്ങളും വോട്ടായി മാറും. കോൺഗ്രസും മുസ്ലിം ലീഗും ഒന്നിച്ചു നിന്നാൽ താനൂറിൻ്റെ സ്ഥിതി എന്താകും? മറിച്ചായാലോ എന്ന ചോദ്യമാണ് രാഷ്ട്രീയ കേരളം ഇന്ന് ഈ നിമിഷം താനൂരിനെ സംബന്ധിച്ച് വലിയ തോതിൽ ചർച്ച ചെയ്യുന്നത്. KT സ്വാലിഹിലേക്ക്. വികസനത്തിലെ കോടികളുടെ കണക്കിന് താനൂരിലും ഒരു കുറവുമില്ല. ദാരിദ്ര്യത്തിനും പട്ടിണിക്കും താനൂരിലെ തീരദേശങ്ങളിലും ഒരു കുറവും വന്നിട്ടില്ലെന്നതാണ് സത്യം. റബ്ബറൈസ്ഡ് റോഡുകളും പാർക്കുകളുമല്ല താനൂരിൽ വേണ്ട വികസനമെന്നതാണ് ഇടതിൻ്റെ പക്ഷം. കഴിഞ്ഞ 60 വർഷമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികൾ താനൂരിൽ നിന്നും വിജയിച്ചു പോവാണ് വലിയ ഭൂരിപക്ഷത്തിൽ. പക്ഷേ ഈ 60 വർഷത്തെ വികസന പ്രവർത്തനങ്ങളെടുത്ത് പരിശോധിച്ചാൽ കേരളത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലുള്ള, ഏറ്റവും കൂടുതൽ പട്ടിണക്കാരുള്ള ഒരു മണ്ഡലമായി താനൂർ മാറി എന്നതാണ് സത്യം. തീരദേശ മേഖലകളിൽ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ ഇന്നും അവിടെ പട്ടിണിയാണ്. കഴിഞ്ഞ 2 മാസമായി ഒരു സൗജന്യ റോഷൻ പോലും വിതരണം ചെയ്യാൻ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല. ഹാർബർ കൊണ്ടുവന്നതും ആശുപത്രിയുടെ വിപുലീകരണവും റോഡ് നവീകരണവും ഉയർത്തിക്കാണിച്ചാണ് 2006 മുതൽ താനൂർ MLA ആയ അബ്ദുറഹ്മാൻ രണ്ടത്താണി വീണ്ടും അംഗത്തിനിറങ്ങുന്നത്. അങ്ങനെ നിയോജകമണ്ഡലത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കാൻ സാധിച്ചിട്ടുണ്ട്. താനൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ഇപ്പോൾ ഈ ബജറ്റിൽ താലൂക്ക് ആശുപത്രിയായി ഉയർത്തുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ എല്ലാ സെക്ടറുകളെയും താനൂരിലെ ജനങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്താണോ ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ അത് പൂർണ്ണമായും പാലിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മുസ്ലിം ലീഗിലെ അധികായർ അനായാസം ജയിച്ചു കയറിയ മണ്ഡലമാണ് താനൂർ. 1957 ആദ്യ തിരഞ്ഞെടുപ്പിൽ സ്വാതന്ത്ര്യ സമര സേനാനി P. അസനാർ കുട്ടിയെ CH മുഹമ്മദ് കോയ തോൽപ്പിച്ചതോടെ തുടങ്ങുന്നു മുസ്ലിം ലീഗിന്റെ വിജയഗാഥ. 1960 CH ജയിച്ചു. 65 C. മുഹമ്മദ് കുട്ടി, 70 സയ്യിദ് ഉമർ ബാഫക്കി തങ്ങൾ, 77 UA ബീരാൻ, 80, 82, 87 തിരഞ്ഞെടുപ്പുകളിൽ E. അഹമ്മദ് താനൂർ MLA ആയി. 91 സീതി ഹാജിയും 96, 2001 തിരഞ്ഞെടുപ്പുകളിൽ PK അബ്ദുറബ്ബും ഈ തീരദേശ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. തുടർന്നാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ കാലം തുടങ്ങുന്നത്.
2011 9433 വോട്ടിന്റെ മാർജിനിൽ വിജയിച്ച രണ്ടത്താണിയുടെ ജനപ്രീതി പിന്നോട്ടായിരുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി വോട്ടുകളിൽ 5166 വോട്ടിന്റെ മേൽക്കൈ മാത്രമാണ് UDFിനുള്ളത്. ഒരു നഗരസഭയും 5 പഞ്ചായത്തുകളുമുള്ള താനൂർ നിയമസഭാ മണ്ഡലത്തിൽ നിറമരുതൂർ, ഒഴൂർ, താനാളൂർ പഞ്ചായത്തുകളിൽ ഇപ്പോൾ ഭരണം LDFിനാണ്. UDF ഭരിക്കുന്ന ചെറിയമുണ്ടം, പൊന്മുണ്ടം പഞ്ചായത്തുകളിൽ കോൺഗ്രസും ലീഗും ചേരിതിരിഞ്ഞു നിൽക്കുന്നു. പക്ഷേ മണ്ഡലത്തിൽ നിർണായകമാവുന്ന 44 വാർഡുകളുള്ള താനൂർ നഗരസഭയിൽ 30 എണ്ണം പിടിച്ചാണ് UDF ഭരിക്കുന്നത്. 2 സീറ്റാണ് ഇടത്തുള്ളത്. 10 എണ്ണത്തിൽ ജയിച്ച BJP നഗരസഭയിൽ പ്രതിപക്ഷം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് താനൂർ മണ്ഡലത്തിൽ 13,964 വോട്ട് ലഭിച്ചിരുന്നു. മണ്ഡലത്തിൽ കോൺഗ്രസുമായി ഐക്യപ്പെടാനാവാത്തതാണ് രണ്ടത്താണിക്ക് വെല്ലുവിളിയാവുക. സ്വന്തം കരുത്തിൽ കരകയറാനുള്ള സാധ്യത ഏറെ വിദൂരത്തും. മലപ്പുറത്ത് നിന്നും ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം KT സ്വാലിഹ്. മലപ്പുറത്തെ താനൂറിൽ നിന്ന് പാലക്കാട്ടെ നെന്മാറയിലെത്തിയാൽ നെന്മാറ രാഷ്ട്രീയ കേരളത്തിലും തെരഞ്ഞെടുപ്പ് കേരളത്തിലും 2011 ശ്രദ്ധേയമായത് സാക്ഷാൽ MVR എന്ന MV രാഘവന്റെ സാന്നിധ്യത്താൽ. അങ്കപ്പോരിൽ MVRന്റെ പ്രതിച്ഛായ മുൻനിർത്തി UDF മത്സരിച്ചു. എങ്കിലും MVRനെ വരിഞ്ഞുകെട്ടി LDF. 2016 LDFന്റെ പ്രതീക്ഷ ആ വിജയമാണ്. ആ നെന്മാറ കോൺഗ്രസിന്റെ അർഹതപ്പെട്ട സീറ്റെന്ന് യൂത്ത് കോൺഗ്രസുകാർ പറഞ്ഞാൽ LDFന്റെ പ്രതീക്ഷയും മണ്ഡലം വിട്ടു നൽകരുതെന്ന യൂത്ത് കോൺഗ്രസിന്റെ അവകാശവാദവും മറ്റവകാശവാദവുമായി ഘടകകക്ഷികളും രംഗത്തെത്തിയാൽ നെന്മാറയുടെ രാഷ്ട്രീയം വ്യത്യസ്തമാകും. AK ലതീഷിലേക്ക്. UDFിൽ കഴിഞ്ഞ തവണ SJDക്ക് വിട്ടു നൽകുകയും പിന്നീട് മത്സരിക്കാൻ താൽപ്പര്യമില്ലെന്നറിയിച്ച് കോൺഗ്രസിനെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്ത മണ്ഡലമാണ് പാലക്കാട്ടെ നെന്മാറ. ഈ ആനുകൂല്യം അവസരമാക്കിയാണ് JDU സീറ്റ് ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. സീറ്റ് തിരിച്ചു നൽകിയപ്പോൾ തന്നെ ഇത്തവണ വേണമെന്ന് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിരുന്നതായി JDU ജില്ലാ പ്രസിഡന്റ് A ഭാസ്കരൻ പറഞ്ഞു. നമ്മളെ സംബന്ധിച്ച് സോഷ്യലിസ്റ്റ് ജനത എന്ന പാർട്ടിയിൽ നമ്മൾക്ക് തന്ന സീറ്റാണ്. അത് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ് മടക്കി തിരിച്ച് നമുക്ക് അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾ തന്നാൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചേൽപ്പിച്ച സീറ്റാണ്. അതാണ് നമ്മൾ ചോദിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ സീറ്റ് അല്ല നമ്മൾ ചോദിക്കുന്നത്. നെന്മാറ കോൺഗ്രസ് ഏറ്റെടുത്താൽ ജയസാധ്യതയുള്ള മറ്റൊരു മണ്ഡലമാവാം എന്ന നിർദ്ദേശവും JDU മുന്നോട്ട് വെക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ MV രാഘവനായിരുന്നു നെന്മാറയിലെ UDF സ്ഥാനാർത്ഥി. പ്രതീക്ഷയില്ലെങ്കിലും സീറ്റ് വേണമെന്ന ആവശ്യം CP ജോൺ വിഭാഗവും മുന്നോട്ട് വെക്കുന്നു. ഘടകകക്ഷികൾ കണ്ടുവച്ച സീറ്റിൽ പക്ഷേ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളാണ് മത്സരിക്കാനായി രംഗത്തുള്ളത്. മുൻ ആലത്തൂർ MLAയും DCC പ്രസിഡന്റുമായിരുന്ന AV ഗോപിനാഥ്, DCC പ്രസിഡന്റ് CV ബാലചന്ദ്രൻ, VS വിജയരാഘവൻ, C ചന്ദ്രൻ എന്നിവരുടെ പേരാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വം KPCC മുമ്പാകെ സമർപ്പിച്ചത്. ഇതിനിടെ കോൺഗ്രസ് മത്സരിക്കാൻ ഉറപ്പിച്ച സീറ്റ് ഘടകകക്ഷികൾക്ക് നൽകരുതെന്ന മുന്നറിയിപ്പുമായി യൂത്ത് കോൺഗ്രസും രംഗത്ത് വന്നു കഴിഞ്ഞു. നെന്മാറ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പല്ലശ്ശന ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ഇത്തവണ ജനതാദളിനാണ് കൊടുത്തത്. ആ ജനതാദളിന് കൊടുത്തപ്പോൾ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് സീറ്റിൽ UDF 3ാം സ്ഥാനം പോയ 2 സീറ്റുകളിൽ ഒന്നായി ആ പല്ലശ്ശന ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മാറുന്ന ഒരു നിജസ്ഥിതി, ഒരു സത്യാവസ്ഥ അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകാനുള്ള ഇടമല്ല നെന്മാറ എന്നുള്ളത് അതിന്ന് തന്നെ വ്യക്തമാണ്. അതേസമയം MV രാഘവൻ എന്ന രാഷ്ട്രീയ അധികാരനെ പരാജയപ്പെടുത്തി നേടിയ നെന്മാറ ഇത്തവണയും കൂടെ നിർത്താമെന്ന കണക്കുകൂട്ടലാണ് LDF നേതൃത്വം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ മുന്നേറ്റം LDFന് ആത്മവിശ്വാസം പകരുന്നതാണ്. ഗ്രാമപഞ്ചായത്തുകളുടെ സീറ്റിൽ തന്നെ എടുത്തു നോക്കിയാൽ 149 വാർഡുകളാണ്. അതിൽ 74ഓളം വരുന്നത് LDFന്. കോൺഗ്രസും BJPയും SNDPയും സംയുക്തമായി ചില വാർഡുകളിലൊക്കെ മത്സരിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അവിടെയും LDFന് CPMന് മേൽക്കൈ നേടാൻ വേണ്ടി കഴിഞ്ഞു. പൊതുവിൽ നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ LDFന് നല്ല മേൽക്കൈ ഇപ്പം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നിലനിർത്താനും നല്ല ഭൂരിപക്ഷത്തോടു കൂടി തന്നെ തിരിച്ചു വരാനും കഴിയുന്ന മണ്ഡലമാണിത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയ BJPയും നെന്മാറയിൽ ശക്തമായ മത്സരത്തിനൊരുങ്ങുകയാണ്. BDJS ആവശ്യപ്പെട്ട സീറ്റുകളിലൊന്നാണ് നെന്മാറ. ഘടകകക്ഷി ആവശ്യത്തിൽ തട്ടി UDF തീരുമാനം വൈകുമ്പോൾ LDF നെന്മാറയിൽ ആദ്യഘട്ടത്തിൽ മുന്നിലാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി വരുന്നതോടെ ശക്തമായ മത്സരത്തിനാവും നെന്മാറ വേദിയാവുക. മണ്ഡലങ്ങളും തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങളിൽ മുഴുകുമ്പോൾ സ്ഥാനാർത്ഥികൾ അവരുടേതായ പ്രചരണ രീതികൾ ആരംഭിക്കുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം അല്പദിവസത്തിനകം ഓരോ പാർട്ടികളും മുന്നണികളും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് പുറപ്പെടുവിക്കും. ഓരോ ദിവസത്തെയും
തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നാളെ വീണ്ടും ഇതേ സമയം നാളത്തെ വിശേഷങ്ങൾ.